Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവായിരുന്നു ട്ടോ. അപ്പോൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇടണം ട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കിടന്നേച്ചാൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴേനും ഇത് നന്നായിട്ട് സോക്കായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗോതമ്പിന്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് ഒരു 4 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റ് നല്ലതായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ഈ ഗോതമ്പിനേക്കാളും കുറച്ച് മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് കൂടെ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഈ പ്രഷർ കുക്കറിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേ നമ്മുടെ വിസിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നിറച്ച് ഈ ഗോതമ്പ് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിരിക്കും. അപ്പം അത് അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ 1 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോഴും ഇത് നല്ലപോലെ വെന്ത് വരുന്നതാണ്. നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ഗോതമ്പ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. അപ്പോൾ ഈ നല്ല ശർക്കരയൊക്കെ ആണെങ്കിൽ നേരിട്ട് തന്നെ തല്ലിപ്പൊട്ടിച്ച് ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ അരിച്ചെടുക്കണം, കാരണം ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് അരിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 400 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം സൂചി ഗോതമ്പിന് 400 ഗ്രാം ശർക്കര വേണം കേട്ടോ. അതായത് 1 കപ്പ് സൂചി ഗോതമ്പിന് 2 കപ്പ് ശർക്കര വേണ്ടി വരും കേട്ടോ. എന്നാലാണ് ഒരു കറക്റ്റ് മധുരം കിട്ടത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതാ അപ്പം കറക്റ്റായിട്ട് തന്നെയാട്ടോ വെന്ത് വന്നിരിക്കുന്നത്. വേണ്ട ഒട്ടും അടി പിടിക്കത്തുമില്ല. അങ്ങനെ ഒരു 4 കപ്പ് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ അതിന് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ചു വന്നിട്ട് ഒഴിക്കാനായിട്ട്. ഈ ശർക്കര മെൽറ്റായി വന്നപ്പോഴത്തേനും ഇതൊരു 2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത്ര അഴുക്കുണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയൊക്കെ ശരിക്കൊന്ന് ഇതിനകത്തേക്ക് ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് ഈ ശർക്കരപ്പാനി ശരിക്കൊന്ന് കുറുകി ഒന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ശർക്കരയൊക്കെ ഈ ഗോതമ്പിലിട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് 2ാം പാലാണ് ഒഴിക്കുന്നത്. ഒരു തേങ്ങ ചുരണ്ടിയിട്ട് അതിനകത്തുനിന്ന് എടുത്ത പാലാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഈ പാലൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ച് അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കുറുകി വരും. ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്കിൻ്റെ പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുക്കിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് 1ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്.
ഇനി ഇത് പയ്യെ ഒന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കണ്ട നമ്പാലി ചേർത്തപ്പത്തേനും ഇതിന്റെ കളറൊക്കെ കണ്ടോ, വേറെ നല്ലൊരു കളറായാലും എനിക്ക് കാണാൻ പറ്റല്ലേ. ഇപ്പൊ ഇത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുടുകും. പായസമൊക്കെ എപ്പോഴും തണുത്ത് കഴിയുമ്പോൾ കുടിക്കാനാണല്ലോ ടേസ്റ്റ്. ഇങ്ങനെ ഭയങ്കര ചൂടനെ തന്നെ കുടിക്കണേക്കാളും നല്ലത് കുറച്ചൊന്ന് ചൂടൊക്കെ അറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോഴത്തേനും നമ്മുടെ കറക്റ്റ് എന്താ പറയുക, ഗ്ലാസ്സിൽ കുടിക്കാവുന്ന ഒരു പരുവത്തിലിട്ട് വരും. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ചിലർക്കൊന്നും തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ടാവില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കിയേക്കിട്ടോ. ഇതാ ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റുമുണ്ടോ, കാരണം നമുക്ക് ലാസ്റ്റ് ഒരു സെർവ് ചെയ്യുന്ന പ്ലേറ്റ് എടുത്തിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കാഷ്നട്ടും മുന്തിരി അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ആ നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് അവിടെ ഇരിക്കട്ടെ. സെർവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യണ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് വെച്ചാൽ മതിട്ട് അത് മൂടി വെക്കും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ കേട്ടോ തുറന്നു നോക്കിയത്. കണ്ടാ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പായസം. നല്ല ടേസ്റ്റായിട്ടുള്ള പായസമാണ്. പായസം നമ്മൾ പലയിടത്തുനിന്നും കുടിക്കാറുണ്ടെങ്കിലും ചില പായസങ്ങളൊന്നും നമുക്ക് അത്ര ഇഷ്ടമാവില്ല. കാര്യം പായസമാണെങ്കിൽ പോലും അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതായത് നമുക്ക് ഇപ്പോൾ ശർക്കര ചേർത്ത് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം വേണം അടുത്ത പാലൊഴിച്ച്, അങ്ങനെ അതും ഒന്ന് കുറുകിയതിന് ശേഷം വേണം അടുത്ത പാലൊഴിച്ച്. ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ടല്ല വന്നെങ്കിൽ അതിൻ്റെതായ ഒരു ടേസ്റ്റിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ആ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ, അതായത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതും എല്ലാത്തിനെയും കൂടി എല്ലാം കറക്റ്റ്, ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാലാണ് പായസത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റിലിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈദ് മുബാറക്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.